ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഞങ്ങൾ ആ കൺവെൻഷനിൽ UDFൻ്റെ ഒരു നേതാവിനെതിരെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെയും ഒരു പരാമർശവും ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ഒരു നേതാക്കന്മാരൊന്നും ഉണ്ടായില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എതിരാളികളുടെ ഏതെങ്കിലും വ്യക്തിപരമായ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് പിടിക്കുന്നതല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിലെ വോട്ടുപിടുത്തത്തിൻ്റെ ശൈലി. രാഷ്ട്രീയം പറഞ്ഞും മുന്നണികളുടെ പ്രസക്തിയും അതുപോലെ തന്നെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടുകൾ സ്വീകരിക്കുക. ഞങ്ങൾ ഉന്നതമായ നിലപാടും അതോടൊപ്പം തന്നെ ഉന്നതമായ നിലവാരവും പുലർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരാളെയും വ്യക്തിപരമായി അപമാനിക്കുകയോ അപഹസിക്കുകയോ അല്ലെങ്കിൽ മറ്റേതിലും പരദൂഷണം പറയുകയോ ചെയ്യുന്ന ശൈലി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കൺവെൻഷനിൽ ആരും അങ്ങനൊരു പദപ്രയോഗം നടത്താതിരുന്നത്. നിർഭാഗ്യവശാൽ UDFൻ്റെ നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങൾ അപലനീയമാണ്, അങ്ങേയറ്റം അപക്വമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശൈലിയാണ്. മാത്രമല്ല അത് പ്രയോഗിച്ച രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ എടുക്കാത്ത നാണയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന RSPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്. ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പ്രസംഗമൊക്കെ വരുമ്പോഴാണ് അറിയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വ്യക്തിപരമായി റിയാസിനെ അപമാനിക്കാൻ, ചാഴികാടനെ അപമാനിക്കാൻ അവർ നടത്തിയ പരാമർശം അങ്ങേയറ്റം അപലനീയമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ചാഴികാടൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് റബ്ബറിൻ്റെ പ്രശ്നത്തിലും കോട്ടയത്തെ പാസ്പോർട്ട് ഓഫീസിൻ്റെ വിഷയം വന്നപ്പോൾ അത്തരം വിഷയങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിലും സർവോപരി ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളിലും സമയോചിതമായി സന്ദർഭോചിതമായി പ്രതികരിച്ച ഒരു MP-യാണ്. മാത്രവുമല്ല, കേരളത്തിന് അർഹിക്കുന്ന രൂപത്തിലുള്ള സാമ്പത്തിക വിഭവങ്ങൾ കേന്ദ്രം നിഷേധിച്ചപ്പോൾ ആ നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയ MP-മാർ 2 പേരായിരുന്നു. ഒന്ന് ചാഴികാടനും 2 ആരിഫുമായിരുന്നു. കേരളത്തിൽ നിന്ന് 18 MP-മാർ പോയിട്ട് ഇവരാരെങ്കിലും കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി MP-മാരുടെ കോൺഫറൻസിൽ ഒപ്പിട്ട് കൊടുത്ത് നിർമ്മല സീതാരാമന് നിവേദനം കൊടുക്കാമെന്ന് പറഞ്ഞവർ തന്നെ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറക്കയില്ല. 18 MP-മാരിൽ ഒരാൾ പോലും ആ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായിരുന്നു. മാത്രമല്ല, കേരളത്തിൽ നിഷേധിക്കപ്പെട്ട ഈ സാമ്പത്തിക വിഭവങ്ങൾ തരണമെന്ന് പറയാൻ ഒരാളിൻ്റെയും നാവ് പൊങ്ങിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ നാവ് ഉയർന്നത് ചാഴികാടൻ്റെയും അതുപോലെ AM ആരിഫിൻ്റെതാണ്. അതിന് അവർ 2 പേരും പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ കമൻറ്റുകൾ വന്നിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അർഹിക്കുന്ന വിഹിതം എന്താണെന്നോ കൊടുക്കണമെന്ന നിർദ്ദേശത്തിലേക്ക് സുപ്രീം കോടതി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സാമ്പത്തികമായി വിവിധ വിഷയങ്ങളിൽ ശ്വാസം മുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്ന് ഉയർത്തിയ വിമർശനം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നുവെന്നും ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MP-മാരും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നടത്തിയ ഉജ്ജ്വലമായൊരു സമരം ശരിയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ രംഗത്ത് സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി പോലെ തന്നെ അതിനേക്കാൾ സുപ്രധാനമാണ് കേരളത്തിലെ UDFന് നിൽക്കുന്ന കനത്ത തിരിച്ചടി. ഇത്തരം വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ കേരളത്തിൻ്റെ അർഹിക്കുന്ന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അതിനോട് പുറംതിരിഞ്ഞു നിന്ന കേരളത്തിലെ 18 MP-മാരും കേരളത്തിലെ UDFും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ട രൂപത്തിലെത്തിയിരിക്കുകയാണ്. കാരണം ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉയർത്തിയ പ്രശ്നം ഗവൺമെൻറ്റും പറഞ്ഞത് ശരിയായിരുന്നു എന്നു, അതിനെ എതിർത്ത UDFിൻ്റെ നിലപാട് തെറ്റായിരുന്നു എന്നുകൂടി സ്ഥിരീകരിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചാഴികാടൻ റബ്ബറിൻ്റെ പ്രശ്നം ഉൾപ്പെടെ ഈ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും വിശിഷ്യ കോട്ടയത്തിൻ്റെ വിഷയങ്ങളും ശക്തമായ നിലയിൽ പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവന്ന ധീരനായ നട്ടലുള്ള ഒരു MP ആയിരുന്നു. അതിൽ UDFിലാണ് യഥാർത്ഥത്തിൽ ശിഖണ്ഡികളെയും അതോടൊപ്പം തന്നെ നട്ടലില്ലായ്മത്തവരെയും ഒക്കെ കാണാൻ കഴിഞ്ഞത്, പൗരുഷമില്ലാത്തവരെയും കാണാൻ കഴിഞ്ഞത്. അതവർ തിരിച്ചറിയുന്നത് അത് കുറ്റബോധം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്, അതിൽ സംശയം വേണ്ട. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന് ഒരു സ്ത്രീധനത്തിൻ്റെ പ്രശ്നമില്ല. അദ്ദേഹം SFIയുടെ സംസ്ഥാനത്തെ ഉന്നതനായ നേതാവായിരുന്നു. DYFIയുടെ സംസ്ഥാന പ്രസിഡൻറ്റും അതേപോലെ തന്നെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായി ഇന്ത്യയിലുടനീളം നടന്ന് പ്രവർത്തിച്ച യുവജന രംഗത്തെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു.
CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുപോലെ CPM ഉന്നതനായ നേതാവ്, DYFIയുടെ നേതാവ് എന്ന നിലയ്ക്കെല്ലാം കേരളത്തിലും ഇന്ത്യയിലും എവിടെയും വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും ഉയർന്നു വന്നിരുന്നു നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് സ്ത്രീധനം കിട്ടിയതാണെന്നൊക്കെ ഉള്ള രൂപത്തിലേക്ക് ആക്ഷേപിക്കുന്നത് വാസ്തവത്തിൽ എത്ര അപമാനകരമായ സമീപനമാണ്, അങ്ങേയറ്റം അപലനീയമാണ് ആ പ്രയോഗം എന്ന കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ എത്ര ആയിരക്കണക്കിന് വോട്ട് നൽകിയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ യൂത്ത് രംഗത്തും വിദ്യാർത്ഥി രംഗത്തും പാർട്ടി രംഗത്തും നടത്തിയ പ്രവർത്തനങ്ങളുടെയും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടത്തിൻ്റെയും ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ആ വലിയ അംഗീകാരം ബേപ്പൂർ മണ്ഡലത്തിൽ ലഭിച്ചത്. അവിടുത്തെ ജനങ്ങളെ കൂടി വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഈ പ്രയോഗങ്ങൾ വരുന്നത്. അത് നിശ്ചയമായും UDFൻ്റെ നേതാക്കന്മാരുടെ ഈ അപക്വമായ അല്ലെങ്കിൽ അല്പത്വം നിറഞ്ഞ ഈ അനവസരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അങ്ങേയറ്റം അപലനീയമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക.